നിങ്ങൾ നല്ല വെയിലുള്ള സമയത്ത് ഫോട്ടോകളോ വീഡിയോകളോ എടുക്കുമ്പോൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടതുപോലെ ഓവർ എക്സ്പോസ് ആയി പോവുക എന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിലുള്ളതായും ശരി ഫോർഗ്രൗണ്ടിലുള്ളതായും ശരി ഒന്നും ക്ലിയർ ആയി കാണാതെ തികച്ചും വെളിച്ചം ഓവറായിട്ട് കാണുന്ന രീതിയിൽ പോവുക എന്നുള്ളത്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ സിനിമാറ്റിക് രീതിയിലുള്ള വീഡിയോകളോ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോഴാണ്. അഥവാ അപ്പച്ചർ നന്നായി ഓപ്പൺ ചെയ്തും അതല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് കൃത്യമായ രീതിയിൽ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഷട്ടർ സ്പീഡ് വെക്കേണ്ടത് ഏത് ഫ്രെയിം റേറ്റിലാണോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡബിളാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 25 FPS നിങ്ങൾ വെക്കുന്നത് എങ്കിൽ ഷട്ടർ സ്പീഡ് വെക്കേണ്ടത് 1/50 ആണ് വെക്കേണ്ടത്. എങ്കിലാണ് നമുക്കതിൻ്റെ ആ ഒരു മോഷനും ബ്ലറും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു സിനിമാറ്റിക് ഫീലിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൃത്യമായ ഒരു സിനിമാറ്റിക് ഫീലിൽ നിങ്ങൾ ക്യാമറയുടെ സെറ്റിംഗ്സ് വെക്കുകയാണെങ്കിൽ, ഫോണിലായാലും ക്യാമറയിലാണെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ല വെളിച്ചമുള്ള സമയത്ത് ഓവർ എക്സ്പോസ് ആയി പോവുക എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് ND ഫിൽറ്ററുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ ഫോണിലായാലും ക്യാമറയ്ക്കായാലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വേരിയബിൾ ND ഫിൽറ്ററാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. എനിക്ക് നല്ലൊരു സാധനം കയ്യിൽ കിട്ടിയപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോണിലായാലും ക്യാമറയിലായാലും വളരെ പ്രൊഫഷണലായിട്ട് വീഡിയോകളോ ഫോട്ടോകളോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വാങ്ങേണ്ട ഒരു ND ഫിൽറ്ററാണ് K&Fന്റെ നാനോ K സീരീസിൽപ്പെട്ട ND232ന്റെ ഈ ND ഫിൽറ്റർ. അഥവാ 5 സ്റ്റോപ്പുകളോളം നമുക്കിതിനെ തിരിച്ച് ഇതിന്റെ ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നല്ല വെളിച്ചമുള്ള സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു ND ഫിൽറ്റർ തന്നെ മതിയാവും. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പോസർ വളരെ കൂടുതൽ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 വരെയുള്ള ഫിൽറ്ററുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. എങ്കിലും ഇത് തന്നെ ധാരാളം മതിയാവും. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് 67 mm-ൻ്റെതാണ്. 67 mm-ൻ്റെ ഏതൊരു ലെൻസിനും ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് ക്യാമറയുടെ ലെൻസിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അഥവാ ഇതേ രീതിയിൽ തിരിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ ഊരിയെടുത്ത് നിങ്ങൾ 67 mm-ൻ്റെ ക്യാമറ ലെൻസ് ഉണ്ട് എങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല 67 mm-ൻ്റെ ലെൻസ് അല്ല നിങ്ങൾക്കുള്ളത് എങ്കിൽ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സോണിയുടെ ക്യാമറയ്ക്ക് 50 mm-ൻ്റെ ലെൻസാണ് ഉപയോഗിക്കുന്നത്. 50 mm നമുക്കറിയാം 49 mm-ൻ്റെ ത്രെഡാണ് ഉണ്ടാവുക. അഥവാ ഫ്രണ്ടിലെ ആ ക്യാപ്പ് 49 mm-ൻ്റെതാണ്. അപ്പോൾ അതിലേക്ക് സൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്ട്രിപ്പ് റിങ്ങും വാങ്ങിയിട്ടുണ്ട്. ഈ റിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ അടിസ്ഥാനത്തിൽ ഏതാണോ വേണ്ടത് അങ്ങനെയുള്ളത് വാങ്ങാൻ സാധിക്കും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫിൽറ്ററിൻ്റെതും അതുപോലെ റിങ്ങിൻ്റെതും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയ്ക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് ഇത് 49-67 mm-ൻ്റെതാണ്. അഥവാ 49-ൽ നിന്ന് 67-ലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയിലേക്ക് ലെൻസ് ഏതാണോ അതിനനുസരിച്ചുള്ളത് വാങ്ങാം. അതിനുശേഷം ഇതിലേക്ക് തിരിച്ചു കയറ്റിയതിനു ശേഷം ഇത് നിങ്ങളുടെ ക്യാമറയിലേക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഏതൊരു വെളിച്ചത്തിലും വളരെ സിമ്പിളായിട്ട് സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടതുപോലെ യാതൊരുവിധ കളർ ഗ്രേഡിംഗ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി സിമ്പിളായിട്ടൊന്ന് എടുത്തത് മാത്രം. ഇത് കൂടുതലായിട്ടുള്ള സെറ്റിംഗ്സുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സെറ്റിംഗ്സുകളും നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. ഈ ഒരു സെറ്റിംഗ്സിൽ ഒരു സിനിമാറ്റിക് രീതിയിൽ എടുക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണ്. ഈ രീതിയിൽ നമുക്ക് ഉച്ച സമയത്തൊക്കെ എടുക്കണമെങ്കിൽ സെറ്റിംഗ്സ് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മോഷൻ ബ്ലറും അതല്ലെങ്കിൽ ഡെപ്ത് എഫക്റ്റും ഒക്കെ വളരെ മാറ്റം വരും. കൃത്യമായി ക്വാളിറ്റി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫിൽറ്റർ ലഭിക്കണം. അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫിൽറ്ററാണിത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കാം. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ഫിൽറ്റർ തന്നെയാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ യാതൊരുവിധ കളറിലോ അതല്ലെങ്കിൽ സാധാരണ വില കുറഞ്ഞ ഫിൽറ്ററുകളൊക്കെ നമുക്കറിയാം. ഫിൽറ്റർ കൂടുതൽ സ്റ്റോപ്പുകളിലേക്ക് മാറുന്ന സമയത്ത് സ്ക്രീനിൽ ഒരു എക്സ് രീതിയിൽ വരുന്നത് കാണാം. ഒരു കറുത്ത എക്സ് അടയാളം അവിടെ വരും. എന്നാൽ ഇതിന് അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നവുമില്ല. അതുപോലെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ 67 mm-ൻ്റെതായതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നുള്ള ആ ഒരു വിന്നറ്റ് എഫക്റ്റ് ഒന്നും ഇതിന് ലഭിക്കുന്നില്ല. കൃത്യമായിട്ട് ഏത് കളറിലാണോ നമ്മുടെ ഇമേജ് ഉള്ളത് അതേ രീതിയിലുള്ള ആ കളറിൽ തന്നെ നമുക്ക് വീഡിയോകളും ഫോട്ടോകളും ഇതിൽ നിന്ന് കൃത്യമായി ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫി പ്രിയർ ആയിട്ടുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും മുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം, പീസ്.